നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷാജി യൂസഫ്. ഞാൻ പൊതുവെ സിനിമയെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. ഇന്നിപ്പോൾ ചാനലിൽ മൊത്തം എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച്, ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ സിനിമ വളരെയധികം ഹിറ്റാകാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ ചെയ്യുന്ന ഒരു നെഗറ്റീവ് റിവ്യൂ ആണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ സിനിമ മുസ്ലിങ്ങളാരും പിടിച്ചതല്ല. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ്, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ മുരളി ഗോപി, അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ഹിന്ദുക്കളായ ഇവർ, പിന്നെ അതുപോലെ തന്നെ അതിന് പണം മുടക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലൻ, ആൻ്റണി പെരുമ്പാവൂർ, ഇവരാരും മുസ്ലിങ്ങളല്ല. പക്ഷെ പടം റിലീസായി കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന, മീഡിയയിലൂടെ കാണുന്ന ഒരു പ്രോബ്ലം, ഒരു ഗുജറാത്ത് കലാപം, അവിടെ നടന്ന ഒരു കലാപം, ഒരു ട്രെയിനിൽ തീ വെച്ചെന്നോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപം ഒരു വിഷയമാക്കിക്കൊണ്ടിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണക്കാർ മുസ്ലിങ്ങളാണെന്നുള്ളതാണ് പൊതുവെ അവരുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു തെളിവൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വായിച്ചറിഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തുകയും ഈ കർസേവകർ ട്രെയിനിൽ കയറി തിരിച്ചു പോകാൻ നേരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായ ഒരു ഇഷ്യൂസും, അതിലൊരു കുട്ടിയെ വലിച്ച് ട്രെയിനിൽ കയറ്റുകയും പിന്നീട് അത് ഉയർന്ന സ്ഥലത്ത് പോയി ട്രെയിൻ നിൽക്കുകയും ആ ട്രെയിനിലേക്ക് ചുറ്റും ആൾക്കാർ വന്നുകൊണ്ട് കല്ല് വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ട്രെയിനിൻ്റെ അകത്തുനിന്നാണ് ഈ കത്ത് പിടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ വായിച്ചറിഞ്ഞ ഒരു അറിവ്. എന്നാൽ പുറത്തുനിന്ന് ഒരു പന്തമെറിയാനോ അല്ലെങ്കിൽ തീ എറിയാനോ ഒന്നും പറ്റുന്ന ഒരു സൗകര്യം, എത്ര അടി ഉയരത്തിലാണ് ഈ ട്രെയിൻ നിൽക്കുന്നത്, അതിന് കുറേ താഴെയാണ് ആളുകൾ നിൽക്കുന്നത്. ഒരു കല്ലെറിയാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വലിച്ചെറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് കേട്ടോ. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതിൻ്റെ അന്വേഷണ ഏജൻസി കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു സംഭവം പുറത്തുനിന്ന് അകത്തേക്ക് ഉണ്ടായിട്ടില്ല. അകത്തുനിന്ന് ഉണ്ടായ വിഷയമാണെന്നുള്ളതാണ് വന്നത്. എങ്കിലും അതിന് ഒരു തെളിവില്ലാതെ എവിടെയൊക്കെ പോയി. പിന്നെ അതിൽ പിടിക്കപ്പെട്ട പ്രതികളൊക്കെ പിന്നീട് വെറുതെ വിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടിട്ട് വളരെയധികം പല രീതിയിൽ പലരും പല തർക്കങ്ങൾ നടത്തുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ തർക്കങ്ങളൊക്കെ സിനിമയെ വല്ലാതെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ മുസ്ലിങ്ങളായ ആൾക്കാർ, റമദാൻ മാസമാണല്ലോ, അപ്പോൾ തിയേറ്ററിലേക്ക് പോകാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പെരുന്നാളിന് കാണാമെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പടം റിലീസായ സമയത്ത് തിയേറ്ററിൽ നിന്ന് വന്ന റിവ്യൂ ഒക്കെ വളരെ താഴ്ന്ന രീതിയിലായിരുന്നു. പോരാ, അത്രയ്ക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ റിവ്യൂ വന്നത്. പക്ഷേ ഇവരൊക്കെ കൂടി കളിച്ച് അതൊരു വലിയ ഹൈപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ച ഇങ്ങനെ നിരന്തരം നിന്നാൽ, കാരണം എന്താണ്, ഇത് പടം ഈ ഹൈപ്പ് വന്നില്ലെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഗുജറാത്ത് അവിടുത്തെ കലാപമോ കാര്യമൊന്നും അല്ല വിഷയം. ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം മേജർ രവി, അദ്ദേഹം BJPയുടെ ആളാണ്. അതുപോലെ തന്നെ മോഹൻലാലിനോട് വളരെയധികം പ്രിയമുള്ള ആളാണ് നമ്മുടെ സുരേഷ് കുമാർ. അപ്പോൾ ഇവരൊക്കെ വലിയ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പുള്ളിയൊക്കെ ശരിക്കും BJPയുടെ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ഒരു സിനിമ BJPക്ക് എതിരായിട്ട് എന്തായാലും ചെയ്യൂല എന്ന് 100% ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഭരിക്കുന്നതും അവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തർക്കം നിലനിൽക്കുകയും തിയേറ്ററിൽ നിന്ന് പടം പോകാതെ നിൽക്കുകയും, ഇപ്പോൾ പെരുന്നാളാകുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഈ സിനിമ കാണാൻ കയറണമെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, എല്ലാ മുസ്ലിങ്ങളും തിയേറ്ററിലേക്ക് സിനിമ കാണാൻ കയറണമെങ്കിൽ
ഇതൊരു മുസ്ലിങ്ങൾക്ക് അനുകൂലമായ സിനിമയാണെന്ന് വരുത്തി തീർക്കണം. കാരണം സംഘപരിവാറിനോട് പൊതുവെ എതിർപ്പുള്ള ആളുകളാണ് നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ശതമാനം ഹിന്ദുക്കളും. ഇപ്പോൾ കമ്മ്യൂണിസത്തിലുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട്, കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളുണ്ട്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സംഘപരിവാറിനോട് വളരെ എതിരുള്ള ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു ക്ലച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി ഒരു പാടുപെടുന്നു. അപ്പോൾ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ കേരളത്തിലൊരു മുസ്ലിം വിഭാഗങ്ങൾ ഈ സംഘപരിവാർ അവിടുത്തെ ആ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലരും പല ഹെഡിങ്ങൊക്കെ ഇടുന്നത്, പട്ടാളക്കുപ്പായം അഴിച്ചു വെച്ചു, പടം രണ്ടാമത് സെൻസർ ചെയ്തു, കട്ട് ചെയ്തു, കത്രിക വെച്ചു, അങ്ങനെ വായി തോന്നുന്ന ഹെഡിങ്ങൊക്കെ കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഈ സാധാരണക്കാരായ, പ്രത്യേകിച്ച് വളരെയധികം ചിന്താശേഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ കുടുംബം ചിന്തിക്കാനുള്ള സമയമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഹെഡിങ്ങാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുള്ളൂ. ഈ ഹെഡിങ് കാണുമ്പോൾ അതെ അങ്ങനെ ആ പട്ടാളക്കുപ്പായം അഴിച്ച് മാറ്റിയോ, അങ്ങനെ മാറ്റിയെന്നാണല്ലോ ഞാൻ കണ്ടത്. ഈ വാർത്ത കേട്ടിട്ടുണ്ടാവില്ല മുഴുവനും, അതിൽ പറഞ്ഞ വേറെ വിഷയമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹെഡിങ്ങുകൾ മാത്രം കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അസ്വസ്ഥരാകുകയും അത് പുറത്ത് ചർച്ചയാവുകയും പിന്നെ അതൊരു വിപ്ലവമായി മാറുകയും വേണ്ടി വന്നാൽ അതൊരു കലാപപരമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കാരണം എല്ലാവരും ഈ മുറിച്ച കഷ്ണങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ BJPയിലുള്ള ഒരു ബാബു എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ എന്ന് ചർച്ച നടത്തുമ്പോഴും അയാൾ പറയുന്നൊരു വാക്കുണ്ട്, ഇവരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്നാണ് മുസ്ലിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, കണ്ടെടുത്ത് വെച്ച് ഇവരെ കണ്ടാൽ കൊല്ലണം. ഇദ്ദേഹം ഈ BJPയിൽ വന്ന കാലം തൊട്ട് ഏത് ഇൻ്റർവ്യൂ കാണുമ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ആരും വെട്ടിക്കൊല്ലാൻ പോയിട്ടുമില്ല. ഇദ്ദേഹം മുസ്ലിങ്ങളായിട്ട് സൗഹൃദം ഇല്ലാത്ത ഒരാളാണ്. മുസ്ലിങ്ങളില്ലാത്തൊരു ഏരിയയിൽ ഒറ്റപ്പെട്ട് പോയി ഒളിച്ച് താമസിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ചുമ്മാ അങ്ങോട്ടൊരു വിഷയം പറയുക, ഏതോ ഒരു കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ, ആ കാലത്തിൻ്റെ നിയമത്തിനനുസരിച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വലിച്ചഴിച്ച് ഇന്നത്തെ യുക്തിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. ആദിവാസികൾ കാട്ടിൽ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിത രീതിയും നാട്ടിൽ താമസിക്കുന്ന നമ്മുടെ ജീവിത രീതിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസില്ല. എല്ലാം മനുഷ്യന്മാർ തന്നെയാണ്. എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജനാധിപത്യം പറയുമ്പോഴും ഓരോ ആൾക്കാരും അവരവരുടെ കുടുംബങ്ങളിൽ ഏതാണ്ട് ഒരേപോലെയാണോ ജീവിച്ചു പോകുന്നത്. പണക്കാരനുണ്ട്, പാവപ്പെട്ടവനുണ്ട്, വഴിയരികിൽ കിടന്നുറങ്ങുന്നവനുണ്ട്, ഭിക്ഷ യാചിക്കുന്നവരുണ്ട്, മാനസിക രോഗികളായ ആൾക്കാരുണ്ട്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കടത്തി വെട്ടുന്ന മനോരോഗികളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിവരമുള്ള ആൾക്കാർ. അതാണ് സ്വാമി വിവേകാനന്ദൻ കുറേ കാലത്തിന് മുന്നേ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷെ അന്ന് പറഞ്ഞത് വരാൻ പോകുന്ന സംഭവത്തിനെയാണെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ റിവ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ മുസ്ലിങ്ങൾ, എനിക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളാരും ഈ സിനിമ കാണരുതെന്നാണ്. അത് സിനിമയോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഇവർ ഈ BJPക്കാർ പറയുന്ന വിഷയത്തിന് ഒരടിത്തറ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ മുസ്ലിങ്ങൾ ആരും ഈ സിനിമ കാണാതിരിക്കുക. എന്നിട്ട് ഒരു സത്യം പറയുക, ആരാണ് അവിടെ ശരിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? അത് മുസ്ലിങ്ങളാണോ അതോ ഈ സംഘപരിവാറാണോ എന്നുള്ളത് മുസ്ലിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വയ്ക്കുക. ആ സത്യം അറിഞ്ഞിട്ട് നമുക്ക് ഈ സിനിമ കണ്ടാൽ മതി എന്നൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇവന്മാരുടെയൊക്കെ ആ വിഷമം അങ്ങ് തീരും. എനിക്കിത്രേ പറയാനുള്ളൂ.